ആറളത്ത് കുറെ ഓടിച്ചു കഴിയുമ്പോൾ അവർ ഇവിടെ അന്നേരമാണ് കൂടുതൽ ശല്യം ഓടി തുടങ്ങിയത്. ഇവിടെ നേരത്തെ വല്ലപ്പോഴൊക്കെ വരുന്നുണ്ടായിരുന്നു മഴക്കാലത്തൊക്കെ. ഇപ്പോൾ അത് അല്ലാത്ത സമയത്തും ഏത് സമയത്തും. അതുകൊണ്ട് ആളുകൾക്ക് രാവിലെ പണിയെടുക്കാനായിട്ട് റബ്ബർ വെട്ടാൻ പോകാൻ പറ്റുന്നില്ല. രാത്രി ഒരു 2 മണി 3 മണി ഒക്കെ ആകുമ്പോഴാണ് വരിക. സാധാരണ ഗതിയിൽ ഞങ്ങൾ അറിയുന്നില്ല. ഇതേവരെ നഷ്ടപരിഹാരം ഒന്നും കിട്ടിയിട്ടില്ല. ഇനി ഇപ്രാവശ്യം ഇനിയും കൊടുക്കുന്നുണ്ട്. അത് കൊടുത്താൽ എങ്കിലും നഷ്ടപരിഹാരം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചോടുകൂടിയാണ് കൊടുക്കുന്നത്. നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ എടപ്പുഴ എന്ന് പറയുന്ന പ്രദേശത്താണ്. കരിക്കോട്ടഗിരിയിൽ നിന്ന് ഏകദേശം ഒരു 5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഈ ഒരു പ്രദേശത്ത് എത്തിച്ചേരാനായിട്ട് സാധിക്കും. എടപ്പുഴ കരിക്കോട്ടഗിരി എന്നൊക്കെ പറയുന്നത് ആറളം വന്യജീവി സംഘത്തോടും ആറളം ഫാമിനോടൊക്കെ ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. മീൻസ് ഇവിടുന്ന് അധികം ദൂരമൊന്നുമില്ല. ഒരു 5-8 കിലോമീറ്റർ ദൂരമൊക്കെ സഞ്ചരിച്ചാൽ ആറളം ഫാമിൻ്റെ ഭാഗത്തേക്ക് എത്താം. അത്രയും അടുത്ത് കിടക്കുന്ന ഒരു പ്രദേശമാണ്. നിരന്തരമായിട്ട് ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് കാട്ടാന ശല്യം ഉള്ളൊരു പ്രദേശമാണ് എടപ്പുഴ എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ഒരു പറമ്പാണ്. ഈ പറമ്പിൽ കഴിഞ്ഞ ഒരു 3-4 മാസത്തിനിടയ്ക്ക് നിരവധി തെങ്ങുകളും പ്ലാവുകളും കടപ്ലാവുകളും കശുമാവുകളും ഒക്കെ കാട്ടാന നശിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു പ്രദേശമാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. അവിടുത്തെ ഒരു ഭീകരത മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഇന്നത്തെ വീഡിയോയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മളിന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഒരു പള്ളിയുടെ, അതായത് എടപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്തെ പള്ളിയുടെ, എടപ്പുഴ പള്ളിയുടെ പറമ്പാണ്. കുറച്ച് അധികം ഏരിയ ഉണ്ട്. ഒത്തിരി കുന്നിൻ്റെ മുകളിലേക്ക് കയറി പോകാനായിട്ടുണ്ട്. അപ്പോൾ ആ പ്രദേശത്തെ ഒരു ഭീകരാവസ്ഥ നമ്മൾ ഇനി കാണാനായിട്ട് പോവുകയാണ് കേട്ടോ. ഞാനിപ്പോൾ ഉള്ളത് എടപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ ഒരു പള്ളിയുടെ പുറകിലായിട്ടുള്ള പറമ്പുകളിലാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ആന ഇറങ്ങി നിരവധി തെങ്ങും മറ്റ് സാധനങ്ങളൊക്കെ കളഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു എടപ്പുഴ പ്രദേശത്ത് ഇപ്പോൾ ആന സ്ഥിരമാണ് കേട്ടോ. ഈ എടപ്പുഴ എന്നൊക്കെ പറയുന്നത് തികഞ്ഞ ജനവാസ മേഖലയാണ് കേട്ടോ. പള്ളിയുടെ അപ്പുറം ഈ വഴിയൊക്കെ കാണിച്ചു തരാം. മുഴുവനായിട്ടും വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ള പ്രദേശമാണ്. മലയോര മേഖലയാണ്, അതാണ് മെയിനായിട്ട് പറയാനുള്ളത്. പക്ഷേ ആനകളിപ്പം ഒത്തിരി മുകളിൽ നിന്നൊക്കെ നേരെ താഴേക്ക് പോരുകയാണ്. ആണല്ലേ? ഇതിവിടുത്തെ ഈ പള്ളിയുടെ സെമിത്തേരിയാണ്. ഇവിടെയാണ് ഇതല്ലോ, ഇതൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ വന്ന് ചാടിച്ചാട്ടോ. ഏതായാലും നമ്മളിവിടെ വന്നപ്പോൾ തന്നെ കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ. ഇത് തെങ്ങ് ഇതേപോലെ കിടക്കുന്നൊരു കാഴ്ചയാണ്. ഇത് തൊട്ടിവിടെ തന്നെ ഒരു പള്ളിയുണ്ട്. ആ പള്ളി മാത്രമല്ല, അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടൊക്കെ ആളുകളുടെ വീടും പറമ്പുകളും ഒക്കെ ഉള്ള പ്രദേശമാണ്. ഇതിൻ്റെ ഏറ്റവും ടോപ്പിലാണ് ഫോറസ്റ്റ് വരുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് ആന ഇറങ്ങി പോരും കേട്ടോ. അതാണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്ന് പറയുന്നത്. നമ്മളേതായാലും ഈ പറമ്പ് ഒന്ന് കാണാനായിട്ട് പോവുകയാണ്. അതിന് ശേഷം നമ്മൾ ഇവിടെയുള്ള ആളുകളുമായിട്ട് സംസാരിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഈ പറമ്പ് കൊണ്ടേ കാണിക്കാനായിട്ട് ഇവരൊരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് ഒരു ഹിന്ദിക്കാരനാണ്. അദ്ദേഹം നമ്മളെ കൊണ്ടേ കാണിച്ചു തരാമെന്ന് പറഞ്ഞത്. എല്ലാ തെങ്ങിൻ്റെ പട്ടയാണ് എല്ലാ തെങ്ങിൻ്റെയും ചൂട്ടി കൂടെ ഇട്ടേക്കുന്നത് കേട്ടോ. नाम क्या है? दीपक। सभी दिन इधर हाथी आएगा? सर डेली आता है। डेली आता है? ओहो। एक दिन छोड़ के एक दिन आ जाता है। कितना साल हुआ आप इधर काम? 2 साल हुआ है। 2 മാസം अप डाउन होता है मेरा। 6 मंथ इधर 6 मंथ उधर। 2 വർഷമായില്ലേ? माला सीजन में वो साइड घर साइड में कि रात में कितना बजे आएगा हाथी? कितना मणि वരും? उसका मालूम नहीं पड़ जाता है। कभी 12 बजे 2 बजे 4 बजे ऐसे ही आ जाता है। आपको समझा है इधर है नाइट में? नाइट नहीं आते हैं इधर। नहीं नहीं अത്ര അറിയില്ല എന്ന് അവർ പറയുന്നത് കേട്ടോ. ഏതായാലും ऊपर है ना बाकी? हाँ ऊपर है।
പുള്ളി കൂടെ വരാമെന്ന് പറഞ്ഞു. एक पीस इधर अंडी है ना, उसको डाउन ഇന്ത്യയൊക്കെ ഇച്ചിരി പ്രശ്നം ഉണ്ടാവും. അതായത് കുഴപ്പമില്ല. ഏതായാലും ഒന്ന് നമുക്ക് എല്ലാ സ്ഥലവും ഒന്ന് പോയി കാണാം കേട്ടോ, സ്ഥിതി എന്താണെന്നുള്ളത്. पड़ा उस साइड डाउन वाला? हाँ. ഓഹോ ഹോ ഹോ ഹോ, ഇതൊരു കടപ്ലാവാണ് കേട്ടോ. ഈ കാണുന്നൊരു കടപ്ലാവാണ്. എനിക്ക് ദൃശ്യങ്ങളിൽ കാണാം. കടച്ചക്കയൊക്കെ കിട്ടുന്നൊരു കടപ്ലാവാണ്. അതിൻ്റെ തൊലി കംപ്ലീറ്റ് കടച്ചക്ക, അതിൻ്റെ തൊലി കംപ്ലീറ്റ് ഇത് തിന്നൊക്കെ കേട്ടോ. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ചിന്തിക്കാതെ അടുത്ത പ്രാവശ്യം ഇത് കരിഞ്ഞ് ഇരിക്കുന്ന കാണും, ഉണങ്ങി പോകും കേട്ടോ. കംപ്ലീറ്റ് ചുറ്റോട് ചുറ്റും കളഞ്ഞേക്കാണ്, ഒന്നും ആക്കില്ല. അപ്പോൾ അതും ഒരു വലിയ പ്രശ്നം കേട്ടോ. കടപ്ലാവ്, ഇതൊരു കടപ്ലാവാണ്. അതിൻ്റെ തൊലി कितना कड़पलाव ऐसा 5 पीस 5 रंड पीस डाउन. हाँ, ടോട്ടൽ 5 പീസ്. टोटल 5 पीस. 5 കടപ്ലാവ് ഇതേപോലെ തൊലി കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് മറിച്ച് കളയുന്നതിന് തുല്യമാണ്. ഇത് ഉണങ്ങി പോകത്തേ ഉള്ളൂ. ഓർ नारियल के अंडी തെങ്ങ് തെങ്ങ് तेंगा इधर 1 2. हाँ चलो उधर चलो. किस रास्ते में आएगा? ഏത് വഴിയാണ് വരുന്നത്? हाँ, विच रास्ता? रिटर्न इसी रास्ता आएंगे. ये रास्ता में ऊपर से आएगा? हाँ. ओ एलिफेंट इधर से ही आता है, उसके बाद उधर चला जाता है माल मेले. കശുവണ്ടി ആയി കേട്ടോ. കശുവണ്ടിയും അങ്ങനെ കുറച്ച് തിന്നുന്നുണ്ട്. എങ്ങനെ പോയാലും പറമ്പിൽ ഇറങ്ങി ആനയ്ക്ക് പോകാം കേട്ടോ. എനിക്ക് സുഖമാണ് എല്ലാം കൊണ്ടും. हाथी बाम्बू बाम्बू भी बाम्बू ये ഓഹോ തെങ്ങ് കവുങ്ങ് തൊട്ടപ്പുറം മറ്റേ മുളയൊക്കെ ഒടിച്ചിട്ടൊക്കെ നമുക്ക് കാണാം കേട്ടോ. और സൈഡിലെ കശുവണ്ടി കശുമാവ് ഒടിച്ചിട്ട് അമ്പ അങ്ങനെ കുന്നിലാട്ടോ. നോക്കി ഒരു കശുമാവിൻ്റെ എകരമാണ് മൊത്തത്തിൽ ഒടിച്ച് നിലത്തേക്ക് ഇട്ടിങ്ങനെ കാണുന്നത്. टोटल 5 पीस 5 पीस 5 पीस കശുമാവ് 5 കശുമാവ് കളഞ്ഞെന്നാണ്. वो भी नारियल का 1 पीस 2 पीस है यहाँ पर. എവിടെ ഉണ്ട്? 2 पीस 3 पीस टोटल इस साइड. പല പല സ്ഥലത്തായിട്ട് കേട്ടോ തെങ്ങ് കളഞ്ഞേക്കുന്നത്. കുറച്ച് ദൂരം നടക്കണം. കണ്ടോ തെങ്ങിൻ്റെ ചൂട് കണ്ടോ. This side 1 piece तेंगा है. ഇതർ ओ ऊपर 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 है. മുകളിൽ എല്ലാം കുന്നേലാട്ടോ. ഒരു തെങ്ങ് കിടക്കുന്നുണ്ടോ ക്രോസായിട്ട് ആ കുന്നിൻ്റെ അവിടെയായിട്ടാണ്. ഏതായാലും അങ്ങോട്ട് കയറി പോകുന്നില്ല. പറമ്പ് ഇങ്ങനെ കിടക്കും കേട്ടോ. പോകുന്ന വഴിക്ക് നമുക്ക് കാണാൻ പറ്റുന്നിടത്തോളം കാണാം. 18 തെങ്ങ് ഈ പറമ്പിലെ തന്നെ കഴിഞ്ഞ ഒരു 2-3 മാസത്തിനുള്ളിൽ കളഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്കിപ്പോൾ താഴേന്ന് ഒരു ചേട്ടൻ പറഞ്ഞു തന്നത്. പക്ഷേ എല്ലാം കാണണമെങ്കിൽ അങ്ങ് മുകളിൽ വരെ പോകേണ്ടി വരും. അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട് കേട്ടോ ഈ സ്ഥലം. ഒരു വെളിച്ചത്തേക്കും റബ്ബർത്തോട്ടമായിട്ട് ഇത്രയും വലിയ മലയിൽ നിന്ന് ഇറങ്ങി താഴേക്കാണ് വരുന്നത്. ഇതൊക്കെ കർണാടക സൈഡിൽ നിന്നും അതുപോലെ തന്നെ ആറളം ഭാഗത്തു നിന്നൊക്കെ ഓടിക്കുന്ന ആനകളാണ് കൂടുതലും ഇങ്ങോട്ട് വരുന്നതെന്നാണ് എനിക്ക് മനസ്സിലായത്. ഇതൊക്കെ ആറളത്തിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളാണ്. ചക്ക ബ്രാഞ്ച് പ്ലാവ് അവിടെ ഓടിച്ചിട്ടുണ്ട് കേട്ടോ. ഈ റൂട്ടിൽ കൂടെ വരുന്നതെന്ന് കേട്ടോ പറഞ്ഞത്. അതേ റൂട്ടിൽ കൂടെ ഞങ്ങളിപ്പോൾ നടന്നു പോകുന്നത്. നമുക്ക് നടന്ന് കയറാൻ ഭയങ്കര പോരാട്ടോ. അമ്മാതിരി കുന്നാണ്. ഈ ഇറപ്പം ആന സിമ്പിളായിട്ട് ഇറങ്ങി വരുന്ന കേട്ടോ. തേങ്ങ
തെങ്ങ് കളഞ്ഞ 1 മാസമൊക്കെ ആയതാന്ന് തോന്നുന്നു. ഇത് ഉണങ്ങി. ഇതിൻ്റെ ഒരിറക്കം മനസ്സിലാണിതാ. ഇതേപോലെ സ്ലോപ്പാട്ടോ താഴേക്ക്. ഇത്രയും നമ്മൾ ആ മലയുടെ മുകളിലോട്ട് അങ്ങോട്ട് നോക്കിയാൽ മതി. ഇത്രയും ഹൈറ്റിലാണ് നമ്മളിപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത്. പകലുണ്ടാവോ? ആ ഹാത്തി പകലുണ്ടാവും ഇവിടെ? रात पे? नाइट में मेले पो എനിക്ക് കുറച്ച് മലയാളം അറിയാം, എനിക്ക് കുറച്ച് ഹിന്ദി അറിയാം കേട്ടോ. ഇங்கே 2 സെക്കൻഡ് അവിടെ ഇത് തെങ്ങുണ്ട് കേട്ടോ. തെങ്ങ് കിടക്കുന്നുണ്ടോ? वो रबर भी रबर मालूम नहीं डिफाइंड किया है कि कौन किया है. वो हाथी का काम है. हाँ वो हाथी का काम है. हाथी तो नहीं किया है जैसे लगता है, हवाई से हुआ होगा. തെങ്ങ് ഞാൻ മറിച്ചേക്കുന്ന കേട്ടോ. അങ്ങ് പല സ്ഥലങ്ങളിലും ഇതേപോലെ തെങ്ങ് കിടക്കുന്ന കാണാം കേട്ടോ. വലിയൊരു ഏരിയ ആയതുകൊണ്ട് എല്ലാ സ്ഥലങ്ങളൊന്നും പോക്ക് നടക്കില്ല. പക്ഷെ എന്നാലും നമ്മൾ ഈ വഴിയെ കൂടെ തന്നെ പോവുകയാണ്. പള്ളിയുടെ സ്ഥലം കഴിഞ്ഞ് വേറെ ആൾക്കാരുടെ സ്ഥലവും കഴിഞ്ഞിട്ട് പിന്നെയും മുകളിലാണ് ഫോറസ്റ്റ് എന്നാണ് പറഞ്ഞത്. ഹത്തിക്കാന ആനപ്പുണ്ടോ? കുറച്ച് പഴയതാ. ഉണ്ടോ? ഡ്രൈ ഹോ ഗയാ. ഡ്രൈ ഒരു തെങ്ങ് മറിച്ച് കളഞ്ഞത് കാണുന്നത് കുറച്ച് പഴയതാണ്. 1 മാസത്തെ കഴിഞ്ഞ കേട്ടോ. ഇവിടെ താഴെ ഒരു തെങ്ങ് കിടക്കുന്നുണ്ടോ. നമ്മളിങ്ങനെ സിക്സാഗായിട്ടാണ് കേട്ടോ കയറി പോരുന്നത്. താഴെ നിന്ന് അങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് വഴി ഇങ്ങനെ കിടക്കുന്നത്, ഇങ്ങനെ വളഞ്ഞ് ഒന്നിങ്ങനെ വന്നേക്കോട്ടോ. കുത്തനെ കയറ്റമാണ്. നമുക്ക് മുകളിലേക്ക് നോക്കിയാൽ കാണാം അതുപോലെ കയറ്റം. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു 45 ഡിഗ്രിയിൽ ചെരിഞ്ഞാണ് നമ്മളൊക്കെ നിൽക്കുന്നത്. അങ്ങനെ നിൽക്കാൻ പറ്റുള്ളൂ ഇവിടെ. പണ്ടൊന്നും ഇത്രയും പ്രശ്നമില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഈ തെങ്ങൊന്നും ഇങ്ങനെ ഇവിടെ നിൽക്കില്ലായിരുന്നു. ഇതൊക്കെ നല്ല വർഷം പഴക്കമുള്ള തെങ്ങുകളാണ്. ഇതുണ്ടോ, കുറച്ച് പഴയതാണ്. ആനപ്പിണ്ടം കിടക്കുന്നുണ്ട്. അത്ര എണ്ണം ഉണ്ടോ? എന്താ പോന്നെ ഇങ്ങനത്തെ കേട്ടോ. മടുത്ത് പോവുക. മഴത്തുമ്പോഴത്തേക്കും കശുവണ്ടിയുടെ മണം, അതിൻ്റെ മാമ്പഴത്തിൻ്റെ മണം കേട്ടോ ഇവിടെ കംപ്ലീറ്റ്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ഇതൊക്കെ കശുമാന്തോട്ടങ്ങളാണ്. സ്വാഭാവികമായിട്ടും ആനയ്ക്ക് വേറെ ഒന്നും വേണ്ട. കശുമാവ് ഊട്ടി വളർത്തി കഴിഞ്ഞാൽ പിന്നെ ആന തോട്ടത്തേക്ക് മാറിയതാട്ടോ. ആനപ്പിണ്ടം കിടക്കുന്ന കണ്ടോ. 1 പീസ് കശുവണ്ടി पहले കശുമാവ് മറിച്ചിട്ടുണ്ടോ? കിതർ वो तो वाली हो गया ना. हाँ वाली रस्सी हो गया. നമ്മൾ എത്ര മുകളിലാണ് നിൽക്കുന്നതെങ്കിൽ ഇതാ ഇങ്ങോട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും കേട്ടോ. ടവറൊക്കെ നിൽക്കുന്നതിൻ്റെ ലെവൽ നോക്കി. നമ്മൾ ഏകദേശം ഈ മലയുടെ ലെവലിലെത്തിയിരിക്കുകയാണ് കേട്ടോ. ഏകദേശം ചുവട്ടിയാണ് നമ്മളിങ്ങോട്ട് കയറി വന്നേക്കുന്നത് കേട്ടോ. ഏറ്റവും താഴെ ഭാഗത്ത് നല്ല കയറ്റത്തിലാണ് നിൽക്കുന്നത്. ഹാത്തിയ ഓ കശുമാവിൻ്റെ ഞാനാ മറ്റേ മറിച്ചാന്ന് കേട്ടോ പറഞ്ഞ്. കുറച്ചായതാണ്. ഇവിടെ മറിച്ചിട്ടുണ്ട്. ഇതാ നീച്ചായ നമ്മളേതായാലും തിരിച്ച് പോവുകയാണ് കേട്ടോ. മുകളിലേക്കും ഇതുപോലെ തന്നെ വലിയ കുന്നാണ്.
അങ്ങോട്ട് ഇത്രയും കാടുകൾ തെളിക്കാത്തതുകൊണ്ട് तले കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അവൻ പറഞ്ഞു. അപ്പോൾ കാട് തെളിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഏതായാലും നമുക്ക് നോക്കാം എല്ലാ സ്ഥിതിയും. ഏതായാലും നമുക്ക് താഴേക്ക് പോകാം കേട്ടോ. എൻ്റെ പേര് ഫാദർ പോൾ ചക്കാനിക്കുന്നേൽ. ഓക്കെ. ഈ പറമ്പിൽ ഇപ്പോൾ എത്ര നാളായിട്ട് ഇങ്ങനെ ആന വരുന്നുണ്ട്? ഇതിപ്പം കഴിഞ്ഞ 2 വർഷമായിട്ട് വരുന്നുണ്ടായിരുന്നു. എന്നാൽ അടുത്ത 2 മാസമായിട്ട് തുടർച്ചയായിട്ട് ആന ഈ സ്ഥലങ്ങളിൽ വരികയും ഞങ്ങളുടെ കൃഷികൾ മുഴുവൻ നശിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വന്നു ഈ തൊട്ടടുത്ത് തന്നെ എത്തിയില്ല, പള്ളിമുറിയുടെ പള്ളിയുടെ അടുത്ത് വരെ എത്തിയില്ല? തൊട്ടടുത്ത് ഇതിനു മുമ്പും വന്നിരുന്നു. ഞങ്ങളുടെ സെമിത്തേരിയോട് ചേർന്നുള്ള ഭാഗത്ത് വാഴകളും മറ്റ് തെങ്ങും കമുകൊക്കെ നശിപ്പിച്ചിരുന്നു. ഈ കഴിഞ്ഞ 2 ദിവസം മുമ്പ് തന്നെ ആന വന്ന് പല തെങ്ങുകളും നശിപ്പിച്ചു. അതിനു മുമ്പ് കടപ്പളാവുകൾ, അതുപോലെ കമുക് തുടങ്ങിയ പല ഫലവൃക്ഷങ്ങളും നശിപ്പിച്ച് കളയുകയും ചെയ്തിട്ടുണ്ട്. ഇത് വരുന്ന രാത്രി അറിയുന്നുണ്ടോ? ഞങ്ങൾ അറിയുന്നില്ല. അത് രാത്രി ഒരു 2 മണി 3 മണി ഒക്കെ ആകുമ്പോഴാണ് വരിക. സാധാരണ ഗതിയിൽ ഞങ്ങൾ അറിയുന്നില്ല അത്. പക്ഷേ ഞങ്ങൾ 10 മണിക്കൊക്കെ പടക്കം പൊട്ടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടൊരു ഉപകാരം കാണുന്നില്ല. ഇതിൻ്റെ മുകളിൽ എത്ര ദൂരമുണ്ട് ഫോറസ്റ്റിലേക്ക്? ഫോറസ്റ്റിലേക്ക് ഒരു 3-4 കിലോമീറ്റർ ദൂരമുണ്ട് മുകളിലേക്ക് അല്ലേ? ഫോറസ്റ്റ് ആയിട്ട്. ഈ പള്ളിയുടെ പറമ്പ് കഴിഞ്ഞിട്ട് പിന്നെയും വേറെ ആളുകളുടെ പറമ്പുണ്ട്. അത് കഴിഞ്ഞിട്ടൊക്കെയാ ഫോറസ്റ്റ്. അവിടെ വേലി ഇടാനുള്ള പണികൾ നടക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. തൂക്കുവേലി അതിപ്പോൾ നിലവിലൊന്നും ഇല്ല അല്ലേ? ഇല്ല, അത് പണി നടക്കുന്നുണ്ടെന്നാണ് അറിയുന്നത്. അതിനുള്ള കളക്ഷനൊക്കെ ഇവിടെ നിന്നൊക്കെ എടുത്തു പോയിരുന്നു. കശുവണ്ടിയൊക്കെ തിന്നുന്നുണ്ടാവും ആന. ഇങ്ങനെ കശുവാമ്പഴത്തിൻ്റെ കാലത്ത് ആ മുഴുവൻ പറക്കി തിന്നും. അത് കിട്ടുമില്ല. അതിൻ്റെ കശുവണ്ടിയോടുകൂടിയാണല്ലോ അത് കഴിക്കുക. ഈ ഫോറസ്റ്റുകാരെ ഈ സമയത്ത് എപ്പോഴേലും വിളിച്ചാൽ അവർ? ഫോറസ്റ്റുകാർ വരുന്നുണ്ട്. ഇന്നലെയും വന്നിരുന്നു. അവർ വന്ന് കണ്ടേച്ചങ്ങ് പോയി എന്നുള്ളതല്ലാണ്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. അവരിടയ്ക്ക് 2-3 പ്രാവശ്യമൊക്കെ വന്ന് ഇങ്ങനെ സംഭവം നടന്നു കഴിയുമ്പോൾ അവർ വന്ന് നോക്കിയിട്ടങ്ങ് പോകും. ഒരു പെർമനന്റ് ആയിട്ട് ഒരു സൊല്യൂഷൻ കിട്ടുന്നില്ല. ഈ തൂക്കുവേലി ഇട്ട് കഴിഞ്ഞാലെങ്കിലും അത് കുറച്ചെങ്കിലും ഒരു കൺട്രോൾ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് ആനയുടെ കാര്യത്തിൽ ആ രീതിയിൽ ഉള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല. എന്നാൽ കുരങ്ങ്, കാട്ടുപന്നി ഇത് വലിയ നാശനഷ്ടങ്ങളാണ് ഞങ്ങൾക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. കുരങ്ങ് തെങ്ങിൻ്റെ ഒരൊറ്റ തേങ്ങ പോലും ഞങ്ങൾക്ക് പറിക്കാൻ കിട്ടുന്നില്ല. അതിൻ്റെ മച്ചിങ്ങ അടക്കം മുഴുവനും നശിപ്പിച്ച് കളയുക. കുരങ്ങ് തൊട്ടടുത്ത മുറ്റത്ത് നിൽക്കുന്ന തെങ്ങിൻ്റെ പോലും കായ്കൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വിധത്തിലും അവരെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെയാണ് കാട്ടുപന്നിയുടെ ശല്യവും. എന്തെങ്കിലും ഇതിൻ്റെ ഇത്രയും നശിപ്പിച്ചിട്ട് എന്തെങ്കിലും ഒരു നഷ്ടപരിഹാരം എവിടെന്നെങ്കിലും കിട്ടി? ഇതേവരെ നഷ്ടപരിഹാരം ഒന്നും കിട്ടിയിട്ടില്ല. ഇപ്രാവശ്യം ഇനിയും കൊടുക്കുന്നുണ്ട്. അത് കൊടുത്താൽ എങ്കിലും നഷ്ടപരിഹാരം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചതോടുകൂടിയാണ് കൊടുക്കുന്നത്. ഇതുവരെ ഒരു നഷ്ടപരിഹാരം കിട്ടിയിട്ടില്ല? ഇല്ലില്ല, ഇതുവരെ കിട്ടിയിട്ടില്ല. ഇപ്പോൾ പള്ളിയുടെ പറമ്പ് അല്ലാതെ മറ്റു ആളുകളുടെ പറമ്പിൽ, അടുത്തുള്ള പലരുടെയും പറമ്പിൽ ഇങ്ങനെ തെങ്ങും വാഴയും കപ്പയും ഒക്കെ നശിപ്പിക്കുന്നുണ്ട്. അവ ഇന്നലെയും വന്നിരുന്നു. ഈ ആന തൊട്ടു താഴെ തന്നെ. ഇത് എടപ്പഴ ടൗണിന്റെ ഇപ്പറയായിട്ട് പള്ളിയുടെ പറമ്പിനോട് ചേർന്ന് അവര് എല്ലാ ദിവസവും തന്നെ ആന വന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്നിലധികം ആന ഉണ്ടെന്നാണ്? ഉണ്ട്. ഈ ആറളം ഭാഗത്ത് നിന്ന് ഓടിക്കുന്ന ആനകൾ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. അതാണെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ആറളത്ത് കുറെ ഓടിച്ചു കഴിയുമ്പോൾ അവർ ഇവിടെ അന്നേരമാണ് കൂടുതൽ ശല്യം ഓടി തുടങ്ങിയത്. ഇവിടെ നേരത്തെ വല്ലപ്പോഴൊക്കെ വരുന്നുണ്ടായിരുന്നു മഴക്കാലത്തൊക്കെ. ഇപ്പോൾ അത് അല്ലാത്ത സമയത്തും ഏത് സമയത്തും. അതുകൊണ്ട് ആളുകൾക്ക് രാവിലെ പണിയെടുക്കാനായിട്ട് റബ്ബർ വെട്ടാൻ പോകാൻ പറ്റുന്നില്ല. മറ്റു ജോലികൾക്കൊന്നും രാവിലെ ഒന്നും പോകാൻ സാധിക്കില്ല, പേടിച്ചിട്ട്. റബ്ബർ ടാപ്പിംഗ് മൊത്തത്തിൽ സ്തംഭിച്ച അവസ്ഥയിലുണ്ടത്. കാരണം രാവിലെ വെട്ടിയാലേ ഇതിന് പാലൊക്കെ കൂടുതൽ കിട്ടുള്ളൂ. നേരം വെളുത്തിട്ട് വെട്ടിയാൽ പാല് വളരെ കുറവായിരിക്കും ലഭിക്കുക. നമ്മളേതായാലും എടപ്പുഴ എന്ന് പറയുന്ന പ്രദേശത്ത് നമ്മൾ ആ ഒരു പള്ളിയുടെ പറമ്പ് മുഴുവൻ ഏകദേശം ഒരു 80% നമ്മൾ പോയി കണ്ടിരിക്കുകയാണ്. അതിൻ്റെ മുകളിലേക്ക് പിന്നെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് മറ്റാളുകളുടെ പറമ്പും കൂടെ കഴിഞ്ഞിട്ടാണ് ഫോറസ്റ്റ് ഉള്ളത്. ഏകദേശം 2-3 കിലോമീറ്റർ മുകളിലേക്ക് പോയി കഴിഞ്ഞിട്ടാണ് ഫോറസ്റ്റ് എത്തുന്നത്. അത്രയും ദൂരം ആന സഞ്ചരിച്ചാണ് ഈ പറമ്പിലൂടെ ഇത്രയും ചെങ്കുത്തായിട്ടുള്ള ഇറക്കമൊക്കെ ഇറങ്ങി ആണ് ആന ഈ പറമ്പുകളിലേക്കൊക്കെ വരുന്നത്. കഴിഞ്ഞ രാത്രിയും ഇവിടെ തൊട്ട് താഴെയുള്ള എടപ്പുഴ ടൗണിൻ്റെ അടുത്ത് വരെ എത്തിയിരുന്നു. എടപ്പുഴ ടൗണിനോട് ചേർന്നൊക്കെ നമുക്ക് റോഡ് സൈഡിലൊക്കെ ആനപ്പിണ്ടവും മറ്റുമൊക്കെ കാണുകയും ചെയ്യാം. ഏതായാലും
ഇത് നമ്മൾ ഒരു പറമ്പ് മാത്രമാണ് നമ്മളിന്ന് പോയി കണ്ടത്. ഇത് മാത്രമല്ല, ഇതിലും ഭീകരമാണ് മറ്റ് പറമ്പുകൾ. ഇതിൻ്റെ അപ്പുറവും ഇപ്പുറവും ഒക്കെ ആയിട്ട് ഈ കുന്നുകളും പ്രദേശങ്ങളിലൊക്കെ ഇഷ്ടംപോലെ ആളുകളുടെ പറമ്പുകളുണ്ട്. ആ പറമ്പുകളിലൊന്നും സ്ഥിതി വ്യത്യസ്തമല്ല. എല്ലായിടത്തും ഇതുപോലെയൊക്കെ തന്നെ, ഇതുപോലെയോ അല്ലെങ്കിൽ ഇതിലും ഭീകരമായിട്ടാണ് കാര്യങ്ങൾ ഉള്ളത്. അപ്പോൾ ഏതായാലും ആളുകൾ വലിയ ബുദ്ധിമുട്ടിൽ തന്നെയാണ്. ഈ നഷ്ടപ്പെടുന്ന കാർഷിക വിളകൾക്കൊന്നും ഇവർക്ക് നഷ്ടപരിഹാരം കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, ഈ പ്രശ്നങ്ങൾക്കൊന്നും ഒരു പരിഹാരം ആവുന്നില്ല എന്നുള്ളതാണ്. മാത്രമല്ല, അവർ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കേട്ടു, ഫാദർ പറഞ്ഞ കാര്യം നമ്മൾ കേട്ടു. അതായത് ആറളം ഭാഗത്തു നിന്നുള്ള കാട്ടാനകളെ അവിടെ നിന്ന് തുരത്താൻ തുടങ്ങിയതിന് ശേഷമാണ് കൂടുതലായിട്ട് ഈ ഭാഗങ്ങളിലേക്കൊക്കെ കാട്ടാനയുടെ ശല്യം ഇത്ര രൂക്ഷമായത്. അല്ലെങ്കിൽ വല്ലപ്പോഴും ഒക്കെ ഒന്ന് ഇറങ്ങി പോകുന്നൊരു പ്രശ്നം മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ഏതായാലും ഇപ്പോൾ ആനകൾ കൂട്ടത്തോടെ ഈ ഭാഗത്തേക്ക് വരികയാണ്, കാർഷിക വിളകളൊക്കെ നശിപ്പിക്കുകയാണ് കേട്ടോ. ഏതായാലും എൻ്റെ തൊട്ട് പുറകിൽ തന്നെ നിങ്ങൾക്ക് കാണാം ഒരു തെങ്ങ് ഇവിടെ മറിച്ചിട്ടിരിക്കുന്ന കാഴ്ചയൊക്കെ കാണാം. അതുപോലെ നിരവധി സംഭവങ്ങളാണ് നമ്മളിന്ന് ആ പറമ്പിൽ അങ്ങേയറ്റം ടോപ്പ് വരെ പോയത്. അതും അതിന് മുകളിലേക്കും ഉണ്ട്. പക്ഷേ ഏതായാലും ആ ഒരു ഹിന്ദിക്കാരനാണ് നമ്മളെ ആ ഒരു മുകളിലേക്കൊക്കെ കൊണ്ടുപോയത് കേട്ടോ. ഏതായാലും ഇതുപോലെ തന്നെയാണ് ഈ പ്രദേശത്തുള്ള മലയാള പ്രദേശത്തെ മിക്ക കർഷകരുടെയും ഒരവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്രദേശങ്ങളൊക്കെ നേരിട്ട് പോയി കാണുക, അത് മനസ്സിലാക്കുക, അതിനെക്കുറിച്ചൊരു റിപ്പോർട്ട് ഉണ്ടാക്കുക എന്നുള്ളതൊക്കെയാണ് നമ്മുടെ ഈ ഒരു പരിപാടിയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഏതായാലും വളരെ ബുദ്ധിമുട്ടിലേക്കാണ് മലയോര ജനതകൾ അല്ലെങ്കിൽ മലയോര കർഷകർ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പ്രത്യേകിച്ച് റബ്ബർ ടാപ്പിങ്ങും അതുപോലെ തന്നെ കശുവണ്ടി മേഖലകളൊക്കെ വളരെ ബുദ്ധിമുട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇത്രയൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിലാണ് കാണിക്കുന്നത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.